നമസ്കാരം. മലേഷ്യയിലെ കോലാലംപൂർ നഗരത്തിലാണ് ഉള്ളത്. ഞങ്ങൾ ഇന്ന് മലേഷ്യയുടെ രണ്ടാമത്തെ വലിയ നഗരമായ ജോർജ് ടൗണിലേക്ക് പോവുകയാണ്. ഇന്ന് പോകുന്നത് ട്രെയിനിലാണ്. മലേഷ്യയിലെത്തി ആദ്യമായിട്ടാണ് ട്രെയിനിൽ ഒരു ദീർഘയാത്ര പോകുന്നത്. ഈ ജോർജ് ടൗൺ ഒരു ദ്വീപാണ്. അവിടത്തേക്ക് നേരിട്ട് ട്രെയിൻ സർവീസ് ഇല്ല. അപ്പോൾ ബട്ടർവർത്ത് എന്ന സ്ഥലത്തേക്കാണ് ആദ്യം പോകേണ്ടത്. ഞങ്ങളിപ്പോൾ ഉള്ളത് സെൻട്രൽ മാർക്കറ്റിന്റെ തൊട്ട് മുന്നിലാണ്. കോലാലംപൂർ നഗരത്തിൽ ഞങ്ങൾ വന്നിട്ട് ഈ ഭാഗത്തായിരുന്നു റൂം എടുത്തത്. ഇവിടെ വളരെ ചെറിയ പൈസക്ക് തന്നെ നിങ്ങൾക്ക് റൂമൊക്കെ കിട്ടും. അല്ലെങ്കിൽ പിന്നെ നേരെ ബുക്കിറ്റ് ബിങ്താങ് എന്ന ഭാഗത്തേക്ക് പോവുകയാണെങ്കിലും അവിടെയും ഒരുപാട് റൂംസൊക്കെ കിട്ടും. ഇനി നമുക്ക് പോകാനുള്ള ട്രെയിനൊക്കെ ഉള്ളത് ഇവിടുത്തെ KL സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ്. നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോവാം. ഇവിടെ നിന്നൊരു 2 കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരം വരുന്നുണ്ട്. ഇപ്പം സമയം ഒരു 10:20 ആയതേ ഉള്ളൂ. നമുക്ക് ട്രെയിൻ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ട് മെല്ലെ നടന്നു പോവാം. KL സെൻട്രൽ നേരെയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒരു 800 മീറ്ററും കൂടി ഉണ്ടാവുള്ളൂ. ഇവിടെ ഒരു സ്റ്റേഷൻ കാണുന്നില്ലേ, ഇതാണ് കോലാലംപൂർ റെയിൽവേ സ്റ്റേഷൻ. ഇതൊരു പഴയ റെയിൽവേ സ്റ്റേഷനാണ്. നമ്മുടെ ട്രെയിൻ ഇതുവഴി തന്നെയാണ് വരുന്നത്. പക്ഷെ ഞങ്ങൾ എന്തായാലും സ്റ്റാർട്ടിങ്ങുള്ള അവിടെ തന്നെ പോയി കയറാമെന്ന് കരുതി. നടക്കാനായാലും നല്ല വഴികളാണ്, നല്ല റോഡുകളാണ്, പെട്ടെന്ന് തന്നെ എത്താം. ഈ ജോർജ് ടൗൺ ഒക്കെ വരുന്നത് പെനാങ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ്. അപ്പോൾ അവിടത്തേക്ക് നേരിട്ട് ബസ് സർവീസുകളും അവൈലബിൾ ആണ്. അപ്പോൾ KL സെൻട്രലിന് നേരിട്ട് ബസ് സർവീസ് ഇല്ല. TBS എന്ന് പറഞ്ഞൊരു ബസ് സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ അവിടത്തോട്ട് പോകണം. ഇതൊക്കെ ഇവിടെ സിറ്റിക്കകത്ത് സർവീസ് നടത്തുന്ന കുറച്ച് ബസ്സുകളാണ്. ഇവിടുത്തെ ബസ്സുകളൊക്കെ അടിപൊളിയാണ്. മുഴുവനും AC ബസ്സുകൾ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഡബിൾ ഡെക്കർ ബസ്, അങ്ങനെ ഒരുപാടുണ്ട്. ഞങ്ങളിതാ നടന്ന് ഇനിയിപ്പോൾ KL സെൻട്രലിൻ്റെ തൊട്ട് മുന്നിലെത്തി. നേരെ വഴിയും കയറി പോവാം. അതല്ല ഇനിയിപ്പോൾ ഇവിടുന്ന് റൈറ്റിലേക്ക് പോവുകയാണെങ്കിലും നമുക്ക് കയറി പോവാം. ഇതാ കുറച്ചും കൂടെ എളുപ്പം. വെൽക്കം ടു KL സെൻട്രൽ. ഞങ്ങൾ ഓൾറെഡി ഇവിടുത്തെ കാഴ്ചകളൊക്കെ പകർത്തിയതാണ്. ആ എയർപോർട്ടിലേക്കുള്ള ഡയറക്ഷൻ ഇതുവഴിയാണ്. ഇനിയിപ്പോൾ നമുക്ക് പോകാനുള്ള ട്രെയിനൊക്കെ എവിടെ നിന്നാണെന്ന് ആദ്യം നോക്കണം. ഇതൊക്കെ ഓരോരോ ലൈനുകളാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു ഫ്ലോറും കൂടെ കയറാനുണ്ടെന്നാണ് തോന്നുന്നത്. KTM നേരെ തന്നെയാണ്. നമുക്ക് KTM എന്ന് പറഞ്ഞ ഒരു ഇതിലോട്ടാണ് പോകേണ്ടത്. ഇത് KTM കൊമൂട്ടർ. അതായത് നമ്മൾ ബാത്തു കേവ്സിലേക്കൊക്കെ പോയത് ഇതിലായിരുന്നു. ഇതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്. ടിക്കറ്റ് എടുക്കാനുള്ള മെഷീൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ ഒരു സ്റ്റെപ്പ് ഉണ്ട് ഇവിടെ, അത് കയറി വേണം പോവാൻ. KTM ഇൻ്റർസിറ്റി. ഇനി 1 മണിക്കൂർ കൂടിയേ ഉള്ളൂ നമ്മുടെ ട്രെയിൻ പുറപ്പെടാൻ. ഇവിടെ KTM കൊമൂട്ടർ എന്ന് കാണുന്നില്ലേ, അതൊരു AC സബർബൺ ആണ്. പിന്നെ റാപ്പിഡ് KL, അത് മെട്രോ. പിന്നെ KLIA എക്സ്പ്രസും പിന്നെ ട്രാൻസിറ്റും, അത് എയർപോർട്ടിലേക്കുള്ള ഒരു ഇതിനെ പറയുന്നതാണ്. പിന്നെ ഇവിടെ KTM, അതായത് നമുക്കിന്ന് പോകാനുള്ളതൊക്കെ പ്ലാറ്റ്ഫോം 1 ഉണ്ട്, 2 ഉണ്ട്. ഇവിടെ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെയാണ് കയറുക. ഇവിടെ ഒരുപാട് പേര് വെയിറ്റിംഗ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്തെ പരിപാടികളൊക്കെ എങ്ങനെയാണെന്ന് നോക്കട്ടെ. ക്യൂ ഒക്കെ നിൽക്കുന്നുണ്ട്. ഫസ്റ്റ് ടൈം ആണല്ലോ, ആരോടെങ്കിലും ചോദിച്ചു നോക്കാം ആദ്യം. ഞങ്ങളുടെ ട്രെയിനിൻ്റെ ടിക്കറ്റ് ഇതാണ്. അതിൻ്റെ QR കോഡ് ഇനിയിപ്പോൾ ഇവിടെ സ്കാൻ ചെയ്ത് കയറാം. നിലവിൽ ഇപ്പോൾ ഇവിടെ വേറൊരു ട്രെയിനിൻ്റെ ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളുടെ ട്രെയിനിൻ്റെ ചെക്കിങ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ നമുക്ക് പോകാനുള്ള ട്രെയിനിൻ്റെ ചെക്കിങ് ഇതാ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അനൗൺസ്മെന്റ് ഉണ്ട്. യെസ്, 11:40. അങ്ങനെ ഇതാ നവീൻ സ്കാൻ ചെയ്യുകയാണ്. താഴെയാണേ. ഇതാ ഞാനും സ്കാൻ ചെയ്യുകയാണ്. ഓപ്പണായി. വളരെ സിമ്പിൾ. ഇനിയിപ്പോൾ ഇങ്ങോട്ടാണ് പോകാനുള്ളത്. ടിക്കറ്റ് ഒന്നും ഇല്ലാതെ പ്ലാറ്റ്ഫോമിൻ്റെ അകത്തേക്ക് കയറാനേ പറ്റില്ല. QR കോഡ് ഉണ്ടായാൽ മാത്രം മതി. അത് അവിടെ സ്കാൻ ചെയ്യുക. വളരെ എളുപ്പത്തിൽ തന്നെ അകത്തേക്ക് കയറാം. ഇനിയിപ്പോൾ ഇവിടെ വെയിറ്റിംഗ് ആണ്. നമ്മുടെ പ്ലാറ്റ്ഫോമൊന്നും ഇതുവരെ റെഡി ആയിട്ടില്ല. അങ്ങനെ ബോർഡിങ് സ്റ്റാർട്ടായി. ഇനിയിപ്പോൾ നേരെ താഴോട്ടാണ്. ഓരോരോ ക്യൂ ആയിട്ടാണ് പോകാൻ പറ്റുക. അങ്ങനെ ഇതാ താഴെ പ്ലാറ്റ്ഫോമിലെത്തി. ഇവിടെ ഇതാ നമുക്ക് പോകാനുള്ള ട്രെയിൻ വന്ന് കിടപ്പുണ്ട്. നമ്മുടെ ആണ് കോച്ച്. അപ്പോൾ ഇതാ ട്രെയിനിൻ്റെ ഒരു പുറത്തെ ഒരു കാഴ്ചയൊക്കെ ഇങ്ങനെയാണ്. ഇപ്പം നേരെ
ഇയിലേക്ക് പോവാം. ഇവിടെ ഉണ്ട് ഓരോരോ കോച്ച് നമ്പറുകളും. ഇത് സി ആണ്. പ്ലാറ്റ്ഫോമിൻ്റെ ഈ ഒരു ഭാഗത്തെ വൃത്തിയൊക്കെ കണ്ട. ഏറ്റവും മുന്നിൽ തന്നെ KTM എന്നൊക്കെ എഴുതിയത് കാണാം. പിന്നെ ഇതിൻ്റെ ഒരു രൂപകൽപ്പന എങ്ങനെയാണ്, പെട്ടെന്ന് നോക്കുവാണെങ്കിൽ ഒരു ബുള്ളറ്റ് ട്രെയിനിൻ്റെ ഒരു പ്രതീതി ഉണ്ട്. അപ്പോൾ ഇത് ETS ആണ്, അതായത് ഇലക്ട്രിക് ട്രെയിൻ സർവീസ്. ഈ മലേഷ്യയിലത്തെ ഏറ്റവും വേഗത്തിലോടുന്ന ഒരു ട്രെയിനാണിത്. ഞങ്ങളിതിൻ്റെ ആ ഒരു മുന്നിലത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പകർത്താൻ വേണ്ടി പോയതാണ്. നമ്മുടെ കോച്ച് ഇതാണ്. ഇനിയിപ്പോൾ നേരെ ഇതിൻ്റെ അകത്തേക്ക് കയറാം. അടിപൊളിയാണല്ലോ. ഇതിൽ സീറ്റ് നമ്പർ ഏതൊക്കെയാണ് നവി? അങ്ങ് പോണം. ഇതൊരു AC ചെയർ കാറാണേ. 7Aയും 7Bയും ആണ് നമ്മുടെ സീറ്റുകൾ. നവീൻ അതിനിടയിൽ 8 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതല്ല. പിന്നെ ഇവിടെ തന്നെ ഒരു ടേബിളൊക്കെ ഉണ്ട്, നമുക്ക് എന്തെങ്കിലും വെച്ച് കഴിക്കണമെങ്കിൽ അതെന്തായാലും ഉപകാരപ്പെടും. പിന്നെ ഇവിടെ തന്നെ ഒരു 3 കിലോൻ്റെ ഒരു ബാഗൊക്കെ വെക്കണമെങ്കിൽ നമുക്ക് ഇവിടെ കൊളുത്തി ഇടാനുള്ള ഒരു സൗകര്യമുണ്ട്. പിന്നെ ഇവിടെ ന്യൂസ് പേപ്പറോ അങ്ങനെ എന്തെങ്കിലും സൗകര്യങ്ങളൊക്കെ ഉണ്ട്, അത് വെക്കാനുള്ള ഒരു സ്പേസാണ്. പിന്നെ ഇവിടെയാണ് ഫുഡ് റെസ്റ്റ്. പിന്നെ ഇവിടുത്തെ ഒരു ലെഗ് സ്പേസ് ഇല്ലേ, നല്ല കംഫർട്ടബിൾ ആണ്, നല്ല സൗകര്യമുണ്ട്. പിന്നെ സീറ്റിൻ്റെ പുഷ് ബാക്കിംഗ് ഒക്കെ എങ്ങനെയാണ്? ഇത്രയും പറ്റുന്നുണ്ടല്ലേ? ഇത്രയും പറ്റുന്നുണ്ട്, നല്ല കംഫർട്ടബിൾ തന്നെയാണ്. നമ്മുടെ വന്ദേ ഭാരതിലൊക്കെ ഉള്ളത് പോലെ തന്നെ സീറ്റിന്റെ ഈ ഭാഗത്താണ് പ്ലഗ് പോയിന്റ് ഒക്കെ ഉള്ളത്. ട്രെയിനിന്റെ ഈ ഭാഗത്ത് തന്നെ ഇങ്ങനെ ഒരു സ്ക്രീനിങ് ഒക്കെ ഉണ്ട്, സമയം ഇപ്പോൾ എഴുതിയിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ട്രെയിനിന്റെ നമ്പർ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. ഇത്രയും സ്റ്റേഷൻസ് ആണ് ആകെ ഉള്ളത്. കോച്ചിന്റെ അകത്ത് ഇതുപോലെ ഒരുപാട് സ്ക്രീനുകളുണ്ട്, ബാഗൊക്കെ വെക്കാൻ ഒരുപാട് സ്പേസ് ഈ ഭാഗത്താണുള്ളത്. ഇനിയിപ്പോൾ ട്രെയിൻ പുറപ്പെടാൻ ഒരു 10 മിനിറ്റും കൂടെ ഉള്ളൂ. മലേഷ്യയിലെ ട്രെയിനുകളെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമുക്ക് പറയാനുണ്ട്. ഈ ട്രെയിനിൽ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് 4 ആഴ്ച മുന്നെയാണ്, അതായത് 1 മാസം മുന്നേ തന്നെ പറയാം. ഇവിടുത്തെ ട്രെയിനിലൊക്കെ ടിക്കറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം പെട്ടെന്നാണ് സീറ്റുകളൊക്കെ ഫില്ലാവുന്നത്. നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെയാണോ ടിക്കറ്റ് തീരുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെയും. ഒരു 2 മാസം മുന്നെങ്കിലും നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുക. ഇതാ ഇവിടെ അങ്ങനെ ട്രെയിൻ എടുത്തു. ഈ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാനുള്ള ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം കേട്ടോ, അതുവഴി നിങ്ങൾക്ക് കയറി ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അതുപോലെ തന്നെ 380 കിലോമീറ്റർ ആണ് നമുക്ക് പോകാനുള്ളത്. ഏകദേശം ഒരു 3 മണിക്കൂർ 35 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ എത്തുക. ഇനി ഇതിന്റെ ടിക്കറ്റ് നിരക്കിലേക്ക് വരാം. 122 റിംഗറ്റ് ആണ് ഇതിന്റെ ടിക്കറ്റ് ചാർജ്. അതായത് KL സെന്ററിൽ നിന്ന് ബട്ടർ വർത്ത് വരായത് കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് തന്നെ പറയാം. നല്ല ചാർജാണ്. ഞങ്ങളെ രണ്ടുപേരും സംബന്ധിച്ചിടത്തോളം ഏകദേശം ഇന്ത്യൻ രൂപയിലേക്ക് വരുവാണെങ്കിൽ ഒരാൾക്ക് 2800 ആ ഒരു റേഞ്ചിൽ വരും. അതെ, അതായത് ഇതിപ്പോ ഇതിന്റെ AC ചെയർക്കാരാണ്. ഇതിന്റെ വേറൊരു ഫസ്റ്റ് ക്ലാസ് വേറെ ഉണ്ട്, അതിന് ഇതിനെക്കാട്ടും ചാർജാണ്. KL സെൻട്രലിൽ നിന്ന് പുറപ്പെട്ട ഉടനെ തന്നെ ആദ്യത്തെ സ്റ്റോപ്പായ കോലാലംപൂർ. ഇവിടെ നിന്ന് കയറാൻ അധികം ആൾക്കാരൊന്നുമില്ല, കാരണം എല്ലാവരും കൂടുതലും അവിടെ തന്നെയാണ് കയറുന്നത്. ഓട്ടോമാറ്റിക് ഡോർ ആയതുകൊണ്ട് എന്തായാലും പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ല കേട്ടോ. സ്റ്റേഷന്റെ ഒരു കാഴ്ച ഇത് ഇങ്ങനെയാണ്. ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഹോണൊക്കെ ഉണ്ട്. അങ്ങനെ ഇതാ ഇവിടുന്ന് പിന്നെ ഇവിടെ ലഗേജ് ഒക്കെ ഒരുപാട് പേര് വെക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇതാ ഈ ഒരു സ്റ്റേഷനിൽ ട്രെയിൻ എടുത്തു. ട്രെയിൻ നല്ല സ്മൂത്താണ്, ക്വിക്ക് ആക്സലറേഷൻ തന്നെയാണ്. ഇത് തൊട്ട് മുന്നിലത്തെ ഒരു കോച്ചാണ്. ഇനി ഈ ട്രെയിനിന്റെ അകത്തെ ടോയ്ലറ്റ് എങ്ങനെയാണ് കാണണ്ടേ? തന്താസ് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മലേഷ്യയിലെ റെയിൽവേയുടെ ഒരു ടോയ്ലറ്റിന്റെ അകത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഇവിടെ ഒരു മിററൊക്കെ ഉണ്ട്, പിന്നെ വാഷ് ഏരിയ ഇവിടെയാണ്. അത്യാവശ്യം കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല വൃത്തിയാണ് എല്ലാ ഭാഗവും. ഒരുത്തൻ ഈ ട്രെയിനിന്റെ അകത്തിരുന്നിട്ട് വേർ ഈസ് മൈ ട്രെയിൻ നോക്കാണ് കേട്ടാ. വല്ല കാര്യം ഉണ്ടോ നവി? ഇല്ല, ഇതിന്റെ ഞാൻ കുറെ നേരം നോക്കി ഈ മലേഷ്യയിലത്തെ എന്തെങ്കിലും ട്രെയിനിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് സമയത്ത് നോക്കാൻ വേണ്ടി, ഒന്നും കണ്ടില്ല. പക്ഷെ എത്തിയ സമയത്ത് കോലാലംപൂർ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ ഇല്ലേ, ഇത് ഞാൻ ഡൗൺലോഡ് ആക്കി ഉണ്ടായിരുന്നു. പക്ഷെ ഇതില് അവിടുത്തെ റെയിൽവേ, അതായത് ഈ മെട്രോ, മോണോ റെയിൽ അങ്ങനത്തെ സംഭവമില്ലേ, അത് മാത്രമേ കിട്ടുള്ളൂ. ഇപ്പം നമ്മുടെ ദീർഘദൂര ട്രെയിനിന്റെ ഒരു ആപ്ലിക്കേഷൻ ഇതുവരെ കണ്ടിട്ടില്ല. ഈ ഒരു ETS ട്രെയിന് സ്റ്റോപ്പുകൾ വളരെയധികം കുറവാണ്. സ്റ്റോപ്പുകൾ കുറവും വേഗത കൂടുതലുമാണ് ഈ ഒരു ട്രെയിനിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. KL സെൻട്രലിനും ബട്ടർവർത്തിനും ഇടയിലാകെ 5 സ്റ്റോപ്പുകൾ മാത്രമേ ഉള്ളൂ.
അടുത്തതിന് ഇപ്പോ എന്നൊരു സ്ഥലത്താണ് ഇതിന്റെ സ്റ്റോപ്പ് ഉള്ളത്. TT വന്നു കേട്ടോ, ചെക്ക് ചെയ്യാണ്. ചെക്കർ വളരെ സിമ്പിൾ അല്ലേ? ജസ്റ്റ് നോക്കി പോയി. പാസ്പോർട്ട് ഒന്നും ചോദിച്ചില്ലല്ലോ? ഒന്നും ചോദിച്ചില്ല. ട്രെയിൻ ഇപ്പോൾ 90 ഈ ഒരു വേഗതയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ട്രെയിൻ 130, 140 കയറും. ഇപ്പോൾ പോകുന്നത് സെലങ്കർ എന്നൊരു സ്റ്റേറ്റ് വഴിയാണ്. ചെറിയൊരു ഫോറസ്റ്റ് ഏരിയ വഴിയൊക്കെ തന്നെയാണ് ട്രെയിൻ കടന്നു പോകുന്നത്. ഈ ട്രെയിനിൻ്റെ അകത്ത് തന്നെ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. അത് എനിക്ക് തോന്നുന്നത് കുറച്ച് കോച്ചുകളുടെ അപ്പുറത്താണ്. എന്തായാലും നമുക്ക് പോയി നോക്കാം. മിക്കവാറും ഈ ഒരു ട്രെയിനിൻ്റെ അങ്ങ് അറ്റത്താകാനായിരിക്കും ഒരു സാധ്യത. നമ്മൾ നടന്ന് ഏകദേശം എത്തിന്നാ തോന്നുന്നത്. പിന്നെ ഇവിടെ ഒരു പ്രെയർ റൂമൊക്കെ ഉണ്ട്. ഇതിപ്പോൾ വേക്കൻ്റ് ആണ്, പ്രാർത്ഥിക്കാൻ പറ്റിയൊരു മുറി. പിന്നെ ഇപ്പോൾ ഇവിടെ തന്നെയാണ് ആ ഒരു റെസ്റ്റോറൻറ്റ് ഉള്ളത്. ഓ, നല്ല തിരക്കാണല്ലോ ഇവിടെ. ഇവിടെ കയറുവാണെങ്കിൽ ഈ ഭാഗത്ത് ഇതാ ഒരുപാട് മെനുകൾ നമുക്ക് കാണാം. ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാം. ചെറിയ പൈസയുള്ളൂ. ഓരോരോ മെനു ഒക്കെ ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. മീൽസ് ഒക്കെ കിട്ടും. അതായത് ഇങ്ങിവിടെ ഈ ഒരു കോച്ചിന്റെ ഈ ഭാഗത്താണ് ഇതൊക്കെ ഉള്ളത്. സംഭവം കൊള്ളാം. ഇവിടെ ചെറിയ ടേബിളൊക്കെ ഉണ്ട്. ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ കഴിക്കാം. നല്ല സെറ്റപ്പ് ഉണ്ടല്ലേ നവി? മീൽസ് ഒക്കെ ഉണ്ടല്ലേ? മീൽസ് ഇവിടെ ഉണ്ട്. ചിക്കൻ ഉണ്ട്. ചിക്കൻ മീൽസ് ആണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ചെറിയൊരു കോഫിയും കഴിച്ചാലോ? അതായത് ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ടല്ലോ. ഈ വ്യൂ കണ്ടുകൊണ്ട് നമ്മുടെ അവിടുത്തെ വിൻഡോ അധികം ക്ലിയർ അല്ല അല്ലേ? നമ്മുടെ അവിടെയുള്ള ഒരു വണ്ടി എന്ന് വെച്ചാല് നമ്മുടെ മുംബൈ പൂനെ ഡെക്കൻ ക്വീൻ അല്ലേ? അത് മാത്രമേ ഉള്ളൂ. അത്ര അതിലേ ഉള്ളൂ. ഇത് മലേഷ്യയുടെ ഒരു റെയിൽവേ മാപ്പ് നമുക്ക് ഇവിടെ കാണാം. നമ്മൾ കയറിയത് KL സെൻട്രലാണല്ലോ. നമ്മുടെ വണ്ടി പോകുന്നതാ ഈ റൂട്ട് വഴിയാണ്. നേരെ ബട്ടർവർത്ത്. ഇതിന്റെ ഈ കാണുന്ന ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ജോർജ് ടൗൺ ഒക്കെ ഉള്ളത്. മേലെ പെഡാങ് ബസാർക്ക് കാണുന്നില്ലേ ഒരു റൂട്ട്. ഈ അലോർ സെട്ടാർ, ഈ അറവ് എന്നൊക്കെ പറഞ്ഞ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ലങ്കാവി ഐലൻഡ് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ഇതിങ്ങനെ താഴോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഏറ്റവും സൗത്ത് ഭാഗത്തേക്ക് ഇവിടെ JB സെന്റർ എന്നുണ്ടോ. ഈ JB സെന്റർ എന്ന് പറയുന്നത് മലേഷ്യ സിംഗപ്പൂർ ബോർഡർ ആണ്. ഇതിനിപ്പുറത്ത് വുഡ്ലാൻഡ്സ് ഒക്കെ വരുന്നത് സിംഗപ്പൂരാണ്. പിന്നെ ഇനിയിപ്പം നേരെ കിഴക്ക് ഭാഗത്തേക്ക് ഈ ഒരു ലൈൻ കാണില്ലേ, ഗമാസ്, കോലാലിപ്പീസ്, അതുപോലെ തന്നെ വക്കഫ്, ബാറു, തുമ്പാറ്റ്. ഈ തുമ്പാറ്റ് വരുന്നത് തായ്ലൻഡ് ബോർഡറാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ റൂട്ട് വഴി ഡീസൽ എഞ്ചിൻ, അതായത് ഈ സ്ലീപ്പർ ക്ലാസ്സുകളൊക്കെ ഉള്ള ട്രെയിനാണ് ഇതുവഴി പോകുന്നത്. മലേഷ്യയില് ഈ ട്രെയിനിൽ ഫുഡൊക്കെ കിട്ടുന്നത് എക്സ്പ്രസ്, അതുപോലെ തന്നെ പ്ലാറ്റിനം മുതലായ ട്രെയിനുകളിലാണ്. നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഫുഡ് എക്സ്ട്രാ ആഡ് ചെയ്യാം. അതിന്റെ കൂടെ തന്നെ എക്സ്ട്രാ പേയ്മെന്റ് കൊടുത്തിട്ട് എന്താണോ വേണ്ടത് അത് നമുക്ക് ആഡ് ചെയ്യാം. ഞങ്ങളൊന്നും ആഡൊന്നും ചെയ്തില്ല. ഈ ഒരു ട്രെയിനിൽ ഇതുപോലുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടതാണ്. ഞങ്ങളിപ്പോൾ അവിടെ പോയില്ലേ, അവിടെ പോയിട്ട് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് കരുതിയാണ്. പക്ഷെ അവിടെ UPI മാത്രമേ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. അതായത് നമ്മുടെ കാർഡോ ക്യാഷോ ഒന്നും എടുക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇന്നൊന്നും വാങ്ങിക്കാൻ പറ്റില്ല കേട്ടോ. മലേഷ്യയിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലുള്ളൊരു പ്ലഗ് സോക്കറ്റ് എടുക്കുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ ഈ ഒരു സാധനം ഇവിടെ വർക്ക് ചെയ്യില്ല. ഇവിടെ ഈ ഒരു ചതുരത്തിലുള്ള ഇത് മാത്രമേ ആവുള്ളൂ. ഒരു കണക്ടർ എടുത്താൽ ഏറ്റവും നല്ലതാണ്. ട്രെയിൻ ഇപ്പം ഇതാ 138, 140 കയറി. 140ലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 150 കയറുമോ? എന്തായാലും നല്ല സ്പീഡ് തന്നെ ഉണ്ട് കേട്ടാ. ഒരു ലാഗും ഇല്ല ഇതുവരെ. ഇവിടെ ഇപ്പൊ പ്രത്യേകിച്ച് പുറത്തേക്ക് കാണേണ്ട അത്ര നല്ല കാഴ്ചകളൊന്നും തന്നെ ഇല്ല. ഇതാ എല്ലാം ഇതേപോലെയുള്ള പ്ലേസ് വഴി തന്നെയാണ് പോകുന്നത്. നമ്മുടെ വിമാനത്തിലൊക്കെ പോകുമ്പോൾ ക്യാപ്റ്റന്റെ ഒരു അനൗൺസ്മെന്റ് കേൾക്കുമല്ലോ, അതുപോലെ തന്നെയാണ് ഇതിനകത്ത് ലോക്കോ പൈലറ്റിന്റെ ഒരു അനൗൺസ്മെന്റ് ആണ്. ഇപ്പോ എന്നൊരു സ്റ്റേഷനിലേക്ക് ഇതാ നമ്മൾ എത്തുകയാണ്. ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഇവിടെ എത്രയാ ട്രാക്ക് നോക്കി. ഇപ്പോ നഗരത്തിന്റെ ഒരു കാഴ്ചയാണിത്. ആ പുറകുഭാഗത്തൊക്കെ ഒരുപാട് മലനിരകളാണ്.
ഇവിടുത്തെ ഗുഡ്സ് ട്രെയിനുകളാണിത്. ഇതിൽ പെട്രോളോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോകുന്നതാകാം. ഇപ്പോൾ 1:46. ഇപ്പോൾ ഇവിടെ അധിക നേരമൊന്നും ഞങ്ങൾ പുറത്തിറങ്ങുന്നില്ല. ജസ്റ്റ് ഒന്ന് ഇറങ്ങി അപ്പം തന്നെ ഇതാ കയറുകയാണ്. ഇവിടുന്ന് കുറച്ച് ആൾക്കാരൊക്കെ കയറാനുണ്ട്. വണ്ടി നല്ല വേഗത്തിലല്ലേ വന്നതല്ലേ? ഇപ്പൊ നമ്മൾ 200 കിലോമീറ്റർ ആണ് യാത്ര ചെയ്തത്. ഇതുണ്ടല്ലോ പെരാക്ക് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ മലേഷ്യയിലത്തെ 9ാമത്തെ വലിയ നഗരമാണ് ഇപ്പോൾ. ഡോറുകൾ ക്ലോസ് ചെയ്യുകയാണ്. Doors are closing. Please stand clear. ഇതാ ഈ സ്റ്റേഷനാണ് ട്രെയിൻ എടുത്ത്. ഇതിന്റെ ഒരു വിൻഡോ അത്ര ക്ലിയർ അല്ല. വലിയ മലയാണ് ഈ ഭാഗത്ത് മുഴുവൻ. മലേഷ്യയിലെ ട്രെയിനുകളെ പറ്റി പറയുകയാണെങ്കിൽ നല്ല കൺഫ്യൂഷൻ വരും ആദ്യമായിട്ട് വരുന്ന സമയത്ത്. നമ്മുടെ നാട്ടിൽ രാജധാനി, തേജസ്, വന്ദേ ഭാരത്, ശതാബ്ദി, ജനശതാബ്ദി എന്നൊക്കെ പറഞ്ഞ പോലെ ഇവിടെയും പല ട്രെയിനുകളൊക്കെ ഉണ്ട്. KTM എന്നാണ് ഇവിടുത്തെ ട്രെയിനുകളൊക്കെ ടോട്ടലായിട്ട് അറിയപ്പെടുന്നത്. അതായത് കെറട്ടാപ്പി, തന, മലായു എന്ന് പറയും. അതിന് ഒരുപാട്, അതായത് 3 ഘട്ടങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതായത് 3 കാറ്റഗറി എന്ന് പറയും. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഒന്നാമത് ETS ആണ്. ETS തന്നെ ഒരുപാടെണ്ണുണ്ട്. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ETS എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയാണ്. അതായത് കൂടുതൽ ചാർജ് കൊടുക്കേണ്ടി വരും, വേഗത്തിലെത്താം, കുറഞ്ഞ സ്റ്റോപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഫുഡൊക്കെ കിട്ടുക. പിന്നെന്ന് പറഞ്ഞാൽ ETS എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഫുൾ നെയിം വരുന്നത് ഇലക്ട്രിക് ട്രെയിൻ സർവീസ് എന്നാണ്. ഇനിയിപ്പം അടുത്ത ETSന്റെ ഭാഗമായിട്ടുള്ള മറ്റ് കാറ്റഗറീസ് പോവാം. അതെന്ന് പറഞ്ഞാൽ പ്ലാറ്റിനം ഉണ്ട്, ഗോൾഡ് ഉണ്ട്, സിൽവർ ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഈ ETS എക്സ്പ്രസ്സിൽ നമ്മൾ യാത്ര ചെയ്യുന്നത് അതുപോലത്തെ സമാനമായ ഒന്ന് തന്നെയാണ് പ്ലാറ്റിനം എന്ന് പറയുന്നത്. അതായത് വേഗത്തിലെത്താൻ കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും, കുറഞ്ഞ സ്റ്റോപ്പുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് ഫുഡൊക്കെ കിട്ടും കേട്ടോ. പിന്നെ എന്താ പറഞ്ഞാൽ ചില പ്ലാറ്റിനം ട്രെയിനിൽ ബിസിനസ് ക്ലാസ് ഒക്കെ ഉണ്ടാവും. ഇനി അടുത്തത് ഗോൾഡ്. ഗോൾഡ് പറഞ്ഞാൽ പ്ലാറ്റിനത്തെ അപേക്ഷിച്ച് കുറച്ച് എന്താ പറയുക പൈസ കുറവായിരിക്കും, കൂടുതൽ സ്റ്റോപ്പുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ മൂന്നാമത്തെ അതിലേക്ക് വരുവാണെങ്കിൽ സിൽവർ. സിൽവർ എന്ന് പറയുന്നത് കൂടുതൽ സ്റ്റോപ്പുകൾ ഉണ്ടാവും, ചെറിയ പൈസ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ സിൽവർ എന്ന് പറഞ്ഞ ട്രെയിൻ ഒന്നും ഇങ്ങോട്ടേക്കില്ല, കോലാലംപൂരിന് ഇപ്പോൾ ഇല്ല, നമ്മൾ നേരത്തെ കഴിഞ്ഞ് അവിടെ വരെ മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ബുക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഗോൾഡ് ഒന്നും കണ്ടില്ല, പ്ലാറ്റിനും കണ്ടില്ല, ഈ പറഞ്ഞ ETS എക്സ്പ്രസ് മാത്രമേ കണ്ടുള്ളൂ. അതങ്ങ് ബുക്ക് ചെയ്യാൻ ഉണ്ടായത്. അപ്പോൾ KTMലത്തെ 1ാമത്തെ കാറ്റഗറി ETS ഓൾറെഡി ഇപ്പം ഞങ്ങൾ പറഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത കാറ്റഗറിയിലേക്ക് പോവാം. അത് KTM കൊമൂട്ടർ എന്ന് പറയും. നമ്മൾ കോലാലംപൂരൊക്കെ വീട് ചെയ്യുന്ന സമയത്ത് ബാത്തു കേവ്സിലേക്ക് പോയില്ലേ, അതാണ് KTM കൊമൂട്ടർ എന്ന് പറയും. നമ്മുടെ നഗരത്തെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ ഒരു AC ലോക്കൽ, അതായത് സബർബനായിട്ട് സർവീസ് ചെയ്യുന്ന വണ്ടികളില്ലേ, അതന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് കോലാലംപൂർ മാത്രമല്ല, ഞാൻ നേരത്തെ ജോർജ് ടൗണിൻ്റെ അടുത്ത് ഇപ്പം നമ്മൾ പോകുന്ന ബട്ടർ വർത്ത് എന്ന സ്റ്റേഷൻ്റെ ഒരു മാപ്പ് കാണിച്ചില്ലേ, അതുപോലെ തന്നെ ലങ്കാവിൻ്റെ അടുത്ത് അലോക് സെട്ടർ പെഡാങ് ബസാർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം കാണിച്ചില്ലേ, അങ്ങോട്ടേക്കും ഉണ്ട് കേട്ടോ ഈ പറഞ്ഞ പോലെ KTM കൊമൂട്ടർ. അത് ഈ പറഞ്ഞ പോലെ നമുക്ക് മുൻകൂട്ടി ട്രെയിൻ ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ സ്റ്റേഷനിൽ പോവാം, കാർഡ് ഉപയോഗിച്ചിട്ട് ടിക്കറ്റ് എടുക്കുക, യാത്ര ചെയ്യാം, ഇരുന്നിട്ട് യാത്ര ചെയ്യാം, നിന്നിട്ട് യാത്ര ചെയ്യാം. ഇനിയിപ്പം അടുത്ത അവസാനത്തെ ഒരു കാറ്റഗറി ഉണ്ട്, അതിൻ്റെ പേര് ETS ഇന്റർസിറ്റി എന്നാണ്. അത് ഈ ഒരു ഭാഗത്തൊന്നുമില്ല സർവീസ്. അതായത് അതിൽ ഞാൻ മാപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് സിംഗപ്പൂർ ബോർഡറിൻ്റെ അടുത്ത് JB സെൻട്രൽ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, അവിടുന്ന് തായ്ലൻഡ് ബോർഡർ ഉണ്ട്, തുമ്പാറ്റി എന്ന് പറഞ്ഞ ഭാഗം, അങ്ങോട്ടേക്ക് ഉണ്ട് ഈ പറഞ്ഞ KTM ഇന്റർസിറ്റി ഒക്കെ. അത് രാത്രികാല വണ്ടിയാണ്, സ്ലീപ്പർ ക്ലാസ് ഉണ്ട്, ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, സെക്കൻഡ് സീറ്റിംഗ് ഒക്കെ ഉള്ള ഒരു വണ്ടിയാണ്. അപ്പം അതാണ് ഈ പറഞ്ഞ KTM ഇന്റർസിറ്റി എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ഈ ടോട്ടൽ മലേഷ്യയിലത്തെ KTM ട്രെയിനുകളെ കുറിച്ചുള്ള പറയാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. 2:29 ട്രെയിൻ ഇപ്പോൾ തായ്പിങ് എന്നൊരു സ്റ്റേഷനിൽ എത്തിയ. ഇവിടെ നിന്നൊക്കെ ആൾക്കാരൊക്കെ കയറുന്നത് കാണാം. ഇത് 2ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ദ റെയിൻ സിറ്റി എന്നാണ് ഈ ഒരു നഗരത്തിനെ അറിയപ്പെടുന്നത്. അതായത് മലേഷ്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നൊരു സ്ഥലം ഇതാണ്. നേരത്തെ കാണിച്ച മാപ്പ് തന്നെയാണ്. KTMB മൊബൈൽ ആപ്പ് വഴിയൊക്കെ നമുക്ക് ടിക്കറ്റ് ഒക്കെ എടുക്കാം. ഈ മഞ്ഞ സ്റ്റേഷനുകൾ കാണുന്നില്ലേ, ഇതുവഴിയാണ് കേട്ടോ ETS ഒക്കെ കടന്നു പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ കാണിച്ച സിംഗപ്പൂർ ബോർഡറില്ലേ, അതായത് JB സെൻട്രൽ, ഇവിടുന്ന് വുഡ്ലാൻഡ്സ് സിംഗപ്പൂരൊക്കെ ട്രെയിനൊക്കെ പോകുന്നുണ്ട്. ഷട്ടിൽ ടബ്രു എന്ന് പറയും, ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ JB സെൻട്രലിൽ നിന്ന് ഗമാസ് എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് പോകുന്ന വണ്ടിയില്ലേ, അതിന് പറഞ്ഞ പേരാണ് എക്സ്പ്രസ് സെലട്ട എന്ന് പറയും. പിന്നെ നൈറ്റ് ഓടുന്ന സ്ലീപ്പർ ക്ലാസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിതാണ് എക്സ്പ്രസ് റക്കിയാൽ തിമുറ എന്ന് പറയും. നമ്മൾ ഈ ട്രെയിനിലൊക്കെ കയറാൻ വേണ്ടി ഒരു പ്ലാനൊക്കെ ഉണ്ട്. പിന്നെ അതിനിടയിൽ ലോക്കൽ ട്രെയിനായിട്ട് നമ്മുടെ നാട്ടിലെ ഡെമു പോലൊക്കെ വണ്ടി പോകുന്നില്ലേ, അതാണ് ഈ ഷട്ടിൽ തിമുറാൻ. അതായത് വരുന്നത് തുമ്പാറ്റ് ഭാഗത്ത് നിന്ന് ഈ ഒരു ഭാഗത്തേക്കുള്ള സ്റ്റേഷനിലേക്കൊക്കെ സർവീസുള്ള വണ്ടിയാണ് അത്.
ഇവിടെ നല്ലൊരു കാഴ്ചയാണ്. ഇവിടെ ഒരുപാട് ഭാഗത്തായി ഇങ്ങനെ തന്നെയാണ്. ഇതെനിക്ക് തോന്നുന്നു വലിയൊരു തടാകം ആണെന്നാ തോന്നുന്നത്. ഇതങ്ങ ഭാഗത്ത് മുഴുവനുണ്ട്. ഇനിയിപ്പോൾ അടുത്തൊരു സ്റ്റേഷനിലേക്ക് എത്താനായി. അതിനു മുന്നെയാണ് ഈ ഒരു കാഴ്ച. ശരിക്കും വരുന്ന റൂട്ടൊക്കെ അടിപൊളി തന്നെയാണ്. 3:20 അങ്ങനെ നമ്മൾ പെനാങ് സ്റ്റേറ്റിലെത്തി. ബുക്കിറ്റ് മെർത്താജം സ്റ്റേഷനിലാണ് വണ്ടി ഇപ്പോൾ വന്ന് നിർത്തിയത്. ഇനിയിപ്പോൾ അടുത്ത് തന്നെയാണ് നമുക്ക് ഇറങ്ങാനുള്ള ലാസ്റ്റ് സ്റ്റേഷൻ. അങ്ങനെ ഇതാ ഇവിടെ നിന്നും ട്രെയിൻ എടുക്കുകയാണ്. കോലാലംപൂരിന്ന് ഈ പറഞ്ഞ ബട്ടർവർത്തിലേക്കൊക്കെ വരാൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമല്ലോ. ആ സമയത്ത് നമ്മൾ ട്രെയിനിൻ്റെ സീറ്റ് ലഭ്യത നോക്കിയിട്ടാണല്ലോ ബുക്ക് ചെയ്യുക. ഈ പറഞ്ഞ വേഗത്തിൽ എത്താതൊക്കെ നോക്കിയിട്ട് എക്സ്പ്രസ് ട്രെയിനുകളൊക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല ചാർജ് ആയിരിക്കും. ഞങ്ങൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്ത് തന്നെ നേരത്തെ പറഞ്ഞ താഴ്ന്ന പൈസയില്ല, അതായത് ഗോൾഡിനൊക്കെ കുറച്ച് പൈസ ആയിരിക്കുമല്ലോ ഇതിനെ അപേക്ഷിച്ച്, അതൊക്കെ തന്നെ നേരത്തെ തീർന്നു എന്ന് പറയാം. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായത്. കൂടാതെ ഉണ്ടല്ലോ ഇതിൻ്റെ ടൈമിംഗ് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്ന സമയം 350 കിലോമീറ്റർ പോകാൻ 3 മണിക്കൂർ 35 മിനിറ്റ് ആണല്ലോ. പിന്നെ താഴേക്ക് പ്ലാറ്റിനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്ലാറ്റിനത്തിന് 4 മണിക്കൂർ 5 മിനിറ്റ് എടുക്കും. ശേഷം ഗോൾഡ് ആണെങ്കിൽ 4 മണിക്കൂർ 20 മിനിറ്റ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു സമയമൊക്കെ വരുന്നത്. ഇവിടെയുള്ളത് ഗുഡ്സ് ട്രെയിനാണ്. പെട്രോണാസ് എന്ന് അതിൽ എഴുതിയിരിക്കുന്നത് കാണാം. ഇതിൻ്റെ ലോക്കോമോട്ടീവ്. പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, മലേഷ്യയിൽ നിങ്ങൾ ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട കോച്ച് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് ബുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ബെർത്ത് അല്ലെങ്കിൽ സീറ്റ് ഏതാണെന്ന് വെച്ചാൽ അതും ഇഷ്ടപ്പെട്ട് നമുക്ക് ബുക്ക് ചെയ്യാം. അതിനുള്ള ഓപ്ഷനൊക്കെ ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ കാണാനായി സാധിക്കും. പിന്നെ ഒട്ടുമിക്ക കോച്ചുകളിലും ഈ വീൽ ചെയറൊക്കെ ഉപയോഗിക്കുന്നവരില്ലേ, അവർക്ക് പ്രത്യേകം പരിഗണനയൊക്കെ ഉണ്ട്. കാരണം അവർക്ക് വേണ്ടി പ്രത്യേകം സീറ്റുകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ കാണാനായി സാധിക്കും. ബുക്ക് ചെയ്യുന്ന സമയത്ത് അത് ചൂസ് ചെയ്യാതിരിക്കുക. കാരണം ചിലപ്പം നമ്മൾ അതറിയാതെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീൽ ചെയറിലുള്ളവർ വരുവാണെങ്കിൽ ചിലപ്പോൾ നമ്മളത് മാറിക്കൊടുക്കേണ്ട ഒരു സാഹചര്യം വരെ വന്നേക്കാം. അപ്പം നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ സീറ്റ് സെലക്ഷൻ ഒന്നും ഇല്ലല്ലോ. ഇവിടെ എന്നാൽ സീറ്റ് സെലക്ഷനൊക്കെ ഉണ്ട്. കോലാലംപൂരിൽ നിന്നും 380 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ ബട്ടർവർത്ത് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഈ ട്രെയിൻ ഇവിടം വരെ ഉള്ളൂ. നമ്മൾ വന്ന ട്രെയിൻ ഇതാ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഡോറൊക്കെ ക്ലോസ് ആവും. നേരത്തെ ഇതിൻ്റെ മുൻഭാഗമൊന്നും ശരിക്കും കണ്ടില്ലല്ലോ. അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു ട്രെയിനൊക്കെ ഉണ്ട്. ഈ ബട്ടർവർത്ത് എന്നത് ഒരു എൻഡ് സ്റ്റേഷനാണ്. അവിടെയാണ് ട്രാക്ക് അവസാനിക്കുന്നത്. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ജോർജ് ടൗണിൻ്റെ ഭാഗത്തേക്കാണ്. ഇവിടുന്ന് ഫെറി മാർഗം വഴിയും പോവാം, റോഡ് മാർഗം വഴിയും പോവാം. ഞങ്ങൾ ഫെറി മാർഗം വഴി തന്നെയാണ് പോകുന്നത്. ഇനി അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് ജോർജ് ടൗണിലെ നല്ല വ്യത്യസ്തങ്ങളായ കാഴ്ചകളാണ്. അപ്പോൾ ഈ ഒരു ട്രെയിനിൻ്റെ യാത്രകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു മാറ്റത്തിലൂടെ ബൈ.